സുഹൃത്തുക്കളെ, നിങ്ങളൊരു കടുത്ത മൈക്കിൾ ജാക്സൺ ആരാധകനാണെങ്കിൽ ഉറപ്പായും മൈക്കിൾ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് മൈക്കിൾ ജാക്സൻ്റെ പാട്ട് കേൾക്കുന്നത്. അത് ബാഡ് എന്ന് പറഞ്ഞ ആൽബത്തിലെ സ്മൂത്ത് ക്രിമിനൽ എന്ന് പറഞ്ഞ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. പഴയ ഞങ്ങളുടെ സോണിയുടെ വാക്മാനയിലിരുന്നാണ് ആ പാട്ട് കേൾക്കുന്നത്. അന്ന് ആ പാട്ട് കേട്ടപ്പോൾ ഒരുപാട് കാലഘട്ടം, ഒരുപാട് വർഷങ്ങൾ മുൻപോട്ട് പോയ പോലെ തോന്നിപ്പോയി. കാരണം അതേവരെ കേട്ട പാട്ടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഭയങ്കര ഫ്രഷ്നെസ്. അങ്ങനെ അന്ന് കേട്ട ആ പാട്ട് തുടങ്ങി പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം മുഴുവൻ മൈക്കിൾ ജാക്സൻ്റെ ഓരോ ആൽബങ്ങളുടെയും കാസറ്റുകളും, പിന്നീട് CD ഇറങ്ങിയപ്പോൾ അതിൻ്റെയൊക്കെ ഓഡിയോ CD വാങ്ങിക്കുകയും, പിന്നെ VCD പ്ലെയർ ഇറങ്ങിയപ്പം മൈക്കിൾ ജാക്സൺ തന്നെ ഹിസ്റ്ററി, ത്രില്ലർ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ വീഡിയോ CDകൾ വാങ്ങി. പിന്നെ TVക്കകത്ത് സ്റ്റാർ വേൾഡിൻ്റെ അകത്തൊക്കെ മൈക്കിൾ ജാക്സൻ്റെ ലൈവ് പെർഫോമൻസുകളൊക്കെ വരുമ്പം അതൊക്കെ കുത്തിയിരുന്ന് കണ്ട്, അങ്ങനെ ആ ഒരു കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കിൾ ജാക്സൺ എന്ന വ്യക്തിയുടെ ഒരു കടുത്ത ആരാധകനായിരുന്നു. ഈ ലെജൻഡ് എന്ന വാക്കിന് അക്ഷരം പ്രതി പറയാവുന്നൊരു മനുഷ്യനാണ് മൈക്കിൾ ജാക്സൺ. സോഷ്യൽ മീഡിയ പോലും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഇത്രയധികം വേൾഡ് വൈഡ് റെക്കോർഡ് കളക്ഷൻ നേടി അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വിറ്റഴിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ്. അങ്ങനെയുള്ള കലാകാരന്മാരെയാണ് നമ്മൾ ലെജൻഡ് എന്ന് വിളിക്കുന്നത്. ഈ സിനിമയിലേക്ക് വരുമ്പം അൻറ്റോയിൻ ഫുക്കുവയാണ് ഇതിൻ്റെ ഡയറക്ടർ. നല്ല ഡയറക്ഷനാണ്. ജോൺ ലോഗനാണ് ഇതിൻ്റെ റൈറ്റിങ്സ്. മൈക്കിൾ ജാക്സൺ എന്ന വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് എഴുതിയ പോലെയുണ്ട്. അത്രയ്ക്കും ട്രൂത്തായിട്ടാണ് ഇതിൻ്റെ റൈറ്റിംഗ്. ചാർലി ചാപ്ലിനെ സ്നേഹിച്ച, മൃഗങ്ങളെ സ്നേഹിച്ച, പാമ്പ്, എട്ടുകാലി, ജിറാഫ്, മനുഷ്യക്കുരങ്ങിനെ വരെ പെറ്റായിട്ട് വളർത്തിക്കൊണ്ടിരുന്ന വളരെയധികം വിചിത്ര സ്വഭാവമുള്ള നല്ലൊരു മനുഷ്യസ്നേഹിയായ, കുഞ്ഞുങ്ങളുടെ സ്വഭാവമുള്ള, കുട്ടികളെ ഒരുപാട് ഇഷ്ടപ്പെട്ട, ആ കുട്ടിത്തം മാറാത്ത, കാർട്ടൂൺ കാണുന്ന ആ ഒരു യഥാർത്ഥ മൈക്കിൾ ജാക്സണെയാണ് ഈ സിനിമയ്ക്കകത്ത് അൻറ്റോയിൻ ഫുക്കുവ ഒരുക്കിയിരിക്കുന്നത്. സിനിമയുടെ ഒരു ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1960 കാലഘട്ടത്തിൽ ഇവരുടെ ഈ ഫാമിലി ബാൻഡ് തുടക്കം കുറിക്കുന്ന സമയം, ജാക്സൺ 5, ആ ബാൻഡിൻ്റെ തുടക്കം കുറിക്കുന്ന കാലഘട്ടം മുതലാണ്, ആ കുഞ്ഞു മൈക്കിളിനെ കാണിക്കുന്ന കാലഘട്ടം മുതലാണ് സിനിമ തുടങ്ങുന്നത്. അതിൽ മൈക്കിൾ ജാക്സൻ്റെ കുട്ടിക്കാലം അഭിനയിച്ച പയ്യൻ ജൂലിയാനോ വൽഡി എന്ന പയ്യൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. അസാമാന്യ പെർഫോമൻസാണ്. ഭയങ്കര രസമാണ് ആ പയ്യൻ്റെ ആ പെർഫോമൻസ് നമുക്ക് കണ്ടിരിക്കാൻ തന്നെ. അതുപോലെ തന്നെ മൈക്കിൾ ജാക്സൻ്റെ ഫാദറായിട്ട് അഭിനയിച്ച കോൾമാൻ ഡൊമിംഗോ എന്ന് പറഞ്ഞ ആക്ടറുടെ പെർഫോമൻസ് ഈ സിനിമയ്ക്കകത്ത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഫാദറാണ്. ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ ഒരുപാട് അനുഭവിച്ച വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഫാദറിൽ നിന്നും ഒരുപാട് ഭീഷണികളും തല്ലുമൊക്കെ കൊണ്ടിട്ടുള്ള ആളാണ് മൈക്കിൾ ജാക്സൺ. അപ്പോൾ ആ ഫാദറായിട്ട് അഭിനയിച്ച കോൾമാൻ ഡൊമിംഗോയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. മാരകമായിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ മൈക്കിൾ ജാക്സണായിട്ട് അഭിനയിച്ചിരിക്കുന്നത് മൈക്കിൾ ജാക്സൻ്റെ സഹോദരൻ്റെ മകനായിട്ടുള്ള ജാഫർ ജാക്സൺ ആണ്. ഓസ്കാർ ലെവൽ പെർഫോമൻസാണ് ചെയ്തേക്കുന്നത്. ഗംഭീരമായിട്ടുണ്ട്. മൈക്കിൾ ജാക്സൺ എങ്ങോട്ട് പോയെന്ന് നോക്കണ്ട. അതിൻ്റെ എല്ലാ അച്ചടക്കത്തോടു കൂടി ഡാൻസ് കാര്യങ്ങൾ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ സാധനങ്ങൾ വരെ വളരെ കൃത്യമായിട്ട് ജാഫർ ജാക്സൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടതായിട്ടുള്ള മൈക്കിൾ ജാക്സൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച നിയ ലോണിയുടെ കഥാപാത്രം. മൈക്കിൾ ജാക്സൺ അമ്മയുമായിട്ട് ഒരുപാട് ആത്മബന്ധം ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ് എന്ന് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ആ അമ്മയുമായിട്ടുള്ള ഒരുപാട് നല്ല സീനുകളും അതുപോലെ തന്നെ അവരുടെ ആ പെർഫോമൻസും, അമ്മയായിട്ട് അഭിനയിച്ച നടിയുടെ
പെർഫോമൻസും ഗംഭീരമായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ സിനിമയുടെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഇത് ഇവരുടെ കാസ്റ്റിംഗ് മാത്രമല്ല, ഈ സിനിമ മൊത്തത്തിൽ, ബാക്കിയൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, മൊത്തത്തിൽ ഇതിൻ്റെ കാസ്റ്റിംഗ് 100% പെർഫെക്റ്റായിട്ട് വന്നൊരു പടമാണ്. കാസ്റ്റിംഗ് പാളിപ്പോയാൽ പടം മൊത്തം പോവും. അവിടെയാണ് ഈ സിനിമ ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ട് തോന്നിയിട്ടുള്ളതിൻ്റെ കാസ്റ്റിങ്ങിലാണ് ഈ സിനിമ വിജയിച്ചത്. പ്രത്യേകിച്ച് ജാഫർ ജാക്സൻ്റെ ആ കഥാപാത്രം ഏതേലും വശത്ത് പാളിപ്പോയിട്ടുണ്ട്, ഈ സിനിമ മുഴുവൻ പോവും. ഈ സിനിമ പിന്നെ കാശിനുള്ളിലൊരു പടമായി പോകും. ഈ 1960 കാലഘട്ടം മുതൽ, ഇവരുടെ ഈ ജാക്സൺ 5 തുടങ്ങിയ കാലഘട്ടം മുതൽ, പിന്നീട് 70s കാലഘട്ടത്തിൽ മൈക്കിൾ ജാക്സൺ സോളോ ആർട്ടിസ്റ്റ് ആവുന്നു, ത്രില്ലർ എന്ന് പറഞ്ഞ ആൽബം റിലീസ് ചെയ്യിക്കുന്നു. അങ്ങനെ അവസാനം ബാഡ് എന്ന് പറഞ്ഞ ആൽബം വന്ന് അതിൻ്റെ ആ ഒരു സംഭവം വരെയാണ് ഈ പടം കൊണ്ടുവന്നെത്തിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും ഒരു 60, 70, 80 കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രോത്ത് തുടങ്ങി, അദ്ദേഹത്തിൻ്റെ ഫാമിലി ജീവിതത്തിൽ കാര്യങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾ, അദ്ദേഹം എന്തായിരുന്നു, അയാളുടെ സ്വഭാവം എന്തായിരുന്നു, ഐഡൻറ്റിറ്റി എന്തായിരുന്നു എന്നൊക്കെയുള്ളത് വളരെ ഹൃദ്യമായിട്ടുള്ള രീതിയിലാണ് ഈ സിനിമയിൽ അന്റോയിൻ ഫുക്കുവ ആവിഷ്കരിച്ചിരിക്കുന്നത്. എനിക്ക് ഈ മ്യൂസീഷ്യൻസിൻ്റെയൊക്കെ സിനിമകളിൽ ബയോപിക് ചെയ്തതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പടമാണ് ബൊഹീമിയൻ റാപ്സോഡി എന്ന് പറഞ്ഞ പടം. ഫ്രെഡി മെർക്കുറിയുടെ ജീവിതകഥ പറഞ്ഞൊരു സിനിമയാണ്. ആ സിനിമ എന്ന് പറയുമ്പം അതിൻ്റെ മേക്കിംഗ് ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഹൈ ലെവൽ മേക്കിംഗ് ആണ് അത് ചെയ്തിരിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം, ബൊഹീമിയൻ റാപ്സോഡിയുടെ പ്രൊഡ്യൂസർ തന്നെയാണ് ഈ സിനിമയും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഒരു ബൊഹീമിയൻ റാപ്സോഡി പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷേ ഈ സിനിമ തുടക്കം മുതൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് വേറൊരു ഫോർമാറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ലളിതമായിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്, എന്നാൽ വളരെ ഹൃദ്യവുമാണ്. മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞ വ്യക്തിയുടെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ ആ മനുഷ്യനെ കുറിച്ച് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടാണ് ഈ സിനിമയ്ക്കകത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായ മൈക്കിൾ ജാക്സൻ്റെ ത്രില്ലർ ആൽബം റിലീസ് ചെയ്യുന്ന സംഭവങ്ങൾ ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ അത് ലോകം മുഴുവൻ കീഴടക്കിയ പാട്ടാണ് ബീറ്റ് ഇറ്റ് പാട്ട് ചെയ്ത രീതി എങ്ങനെയാണെന്നൊക്കെ കാണിക്കുന്ന സംഭവമൊക്കെ കിടുവായിരുന്നു. ആ ബീറ്റ് ഇറ്റിൻ്റെ പെർഫോമൻസ് ഇവർ ആ ഒരു സാധനം റിഹേഴ്സൽ ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ഗ്യാങ്ങിൻ്റെ അടുക്കലേക്ക് മൈക്കിൾ ജാക്സൺ വരുന്നൊരു സീനുണ്ട്. അപ്പോൾ ഒരു ഷട്ടർ ഇങ്ങനെ പൊക്കിയിട്ട് മൈക്കിൾ ജാക്സൺ അങ്ങോട്ട് നടന്നു വരുന്നൊരു സീനാണ്. അപ്പോൾ ഈ ഷട്ടർ ഇങ്ങനെ പൊക്കുമ്പം മൈക്കിൾ ജാക്സൺ ആ പുള്ളിയുടെ ആ ഒരു ഐക്കോണിക് ഡ്രസ്സിങ് ഉണ്ടല്ലോ, പുള്ളിയുടെ ആ ഒരു പോക്കറ്റിൽ കൈയൊക്കെ ഇട്ടൊരു നിപ്പുണ്ട്. ആ ഷോട്ടൊക്കെ ഒരു രക്ഷയില്ല. അങ്ങനെയുള്ള ഒരുപാട് ഷോട്ടുകളുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അതുപോലെ തന്നെ മൈക്കിൾ ജാക്സൻ്റെ ഫുഡ് സ്റ്റെപ്സ്, മൈക്കിൾ ജാക്സൻ്റെ ഡ്രസ്സിങ്സൊക്കെ ഇവിടെ നിന്നൊക്കെ കാണിക്കുന്നതൊക്കെ ഓരോരോ ക്ലോസ് ഷോട്ടുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ടെക്നിക്കലി അതിപ്പോൾ ക്യാമറ ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാം ബ്രില്യൻ്റായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ചില മൈക്കിൾ ജാക്സൻ്റെ ഐക്കോണിക് സ്റ്റൈലിഷ് സാധനങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് ഷോട്ടുകളുണ്ടായിരുന്നു. ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഉറക്കം തൂങ്ങി ഓഡിയൻസിൻ്റെ കൂടെ കാണേണ്ട പടമല്ല ഇത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ ഇഷ്ടപ്പെടത്തില്ല. ഈ പടം ഒരു മൈക്കിൾ ജാക്സൻ്റെ കട്ട ആരാധകരായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ കൂടെ പോയി ആ കൺസേർട്ടുകളും സാധനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കൈയടിച്ച് ആ പാട്ടിൻ്റെ കൂടെ നമ്മൾ സ്റ്റെപ്പ് ചെയ്ത് പറ്റുവാണെങ്കിൽ ഒന്ന് ഡാൻസും കളിച്ച് ഈ സിനിമ കാണാൻ പറ്റുവാണെങ്കിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെയാണ് ഈ സിനിമ കാണേണ്ടത്. ആ രീതിയിലാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണല്ലോ. മൈക്കിൾ ജാക്സൺ ഈ സിനിമയ്ക്കകത്ത് മൈക്കിൾ ജാക്സൻ്റെ ക്യാരക്ടർ തന്നെ, മൈക്കിൾ ജാക്സൺ തുടക്ക കാലഘട്ടത്തിൽ തന്നെ പാട്ട് പാടാൻ നേരത്ത് മൈക്കിൾ ജാക്സൺ ചുവടുകൾ വെച്ചുകൊണ്ടാണ് പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്നൊക്കെ ഈ മൈക്രോഫോണിൻ്റെ അവിടെ കറക്റ്റായിട്ട് കിട്ടാൻ നേരത്ത് റെക്കോർഡിങ് സെക്ഷനിൽ മൈക്കിൾ ജാക്സണോട് അങ്ങനെ ഡാൻസ് കളിക്കില്ലെന്ന് പറയുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇത് നിയന്ത്രിച്ചുകൊണ്ട് പാടുന്ന സീനൊക്കെയുണ്ട്. പിന്നീട് അദ്ദേഹം ഒരു സോളോ ആർട്ടിസ്റ്റായി കഴിഞ്ഞപ്പോൾ ഈ സാധനങ്ങളെല്ലാം ബ്രേക്ക് ചെയ്ത് അദ്ദേഹം പൂർണ്ണമായിട്ടൊരു സ്വാതന്ത്ര്യത്തിലാണ് ഈ സോളോ ആർട്ടിസ്റ്റ് ലെവലിലേക്ക് വന്നതെന്നൊക്കെ ഈ സിനിമയ്ക്കകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ലൈവ് പെർഫോമൻസിൽ ബില്ലി ജീൻ എന്ന് പറഞ്ഞ പാട്ടിൻ്റെ ലൈവ് പെർഫോമൻസ് കാണിച്ച സീനും ഒരു രക്ഷയില്ലായിരുന്നു. അതുപോലെ അവസാനത്തെ ബാഡ് ആൽബത്തിൻ്റെ തുടക്കം കുറിക്കുമ്പോൾ മൈക്കിൾ ജാക്സൺ സ്റ്റേജിലേക്ക് ബാഡ് പാടാൻ വേണ്ടി സ്റ്റേജിലേക്ക് പോകുന്നൊരു സീനുണ്ട്. ഒരു രക്ഷയില്ല.
ഒരു 100% ഒരു പെർഫെക്റ്റ് പടം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മൈക്കിൾ ജാക്സൺ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായും അവർക്ക് സിനിമ ഇഷ്ടപ്പെടും. വിൻറ്റേജ് ഹോമിൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.